ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് കിച്ചൺ. ഇന്ന് നമുക്കൊരു ബോണ്ട തയ്യാറാക്കാം. നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ നല്ല ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള ബോണ്ടയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ബോണ്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് മൈദയും അരക്കപ്പ് ഗോതമ്പ് മാവും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ മാവ് തയ്യാറാക്കുന്നത്. ഞാൻ ഈ ബോണ്ട ഗോതമ്പ് മാവ് മാത്രം വെച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ അപ്പോൾ നമുക്ക് ഈ കടയിൽ കിട്ടുന്ന അത്ര സോഫ്റ്റായിട്ട് ആ ഒരു ടേസ്റ്റിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് മൈദയും കൂടി ചേർത്തത്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് മാവ് മാത്രം വെച്ച് ചെയ്ത് നോക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ വേണ്ടത് പഴമാണ്. പാളയംകോടൻ പഴം ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. പക്ഷെ എനിക്കിവിടെ പാളയംകോടൻ പഴം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു പഴത്തിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. ഇതൊരു റോബസ്റ്റ പോലുള്ള പഴമാണ്. അപ്പോൾ നിങ്ങൾ പാളയംകോടൻ പഴമാണ് എടുക്കുന്നതെങ്കിൽ ഒരു ചെറിയ പഴം എടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് പഞ്ചസാര വേണം. പഞ്ചസാര എത്ര മധുരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കാം. ഞാൻ അരക്കപ്പാണ് ചേർക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചതും പിന്നെ കുറച്ച് സോഡാപ്പൊടിയും വേണം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മാവ് തയ്യാറാക്കാം. ആദ്യം പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർക്കാം. നമുക്ക് ഈ പഴവും നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പക്ഷേ പഴവും പഞ്ചസാരയും കൂടെ ഒരുമിച്ച് അരച്ച് കഴിഞ്ഞാൽ ആ പഞ്ചസാര തരിയായിട്ട് തന്നെ കിടക്കും, നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം പഞ്ചസാര നന്നായിട്ട് പൊടിച്ചതിന് ശേഷം പിന്നെ അതിനകത്തോട്ട് പഴം ചേർത്ത് അരച്ചാൽ മതി. അപ്പോൾ ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പകുതി പഴം ചേർക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ചേർക്കാം. ഇതിനെ നമുക്ക് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ അരയ്ക്കണം. ആ പഴത്തിൻ്റെ കഷ്ണങ്ങളൊന്നും കിടക്കരുത്, നന്നായിട്ട് അരച്ചെടുക്കാം. പഴവും പഞ്ചസാരയും കൂടി ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് തയ്യാറാക്കാം. ഇപ്പോൾ ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരക്കപ്പ് ഗോതമ്പ് പൊടിയും അരക്കപ്പ് മൈദയും ചേർക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുക. ബേക്കിംഗ് സോഡ കൂടി പോകരുത്, 1/4 ടീസ്പൂണേ ചേർക്കാവുള്ളൂ. പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കുക, 2 നുള്ളു ഉപ്പ് മതി. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന പഴം ചേർക്കാം. അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈവച്ച് തന്നെ മിക്സ് ചെയ്യണം, കാരണം എന്നാലേ നമുക്ക് അതിൻ്റെ പരുവം അറിയാൻ പറ്റുള്ളൂ. ഈ മാവങ്ങ് ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൈ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് കൈവച്ച് തന്നെ മിക്സ് ചെയ്യുക, സ്പൂൺ ഉപയോഗിക്കരുത്. അപ്പോൾ ഈ പഴവും പഞ്ചസാരയും കൂടി അരച്ചതിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ മാവും ആദ്യം നന്നായിട്ടൊന്ന് കുഴഞ്ഞ് കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചതിന് ശേഷം പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്താൽ മതി. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് ലൂസാക്കി എടുക്കാം. ഞാൻ ചെറിയ ചൂട് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. എത്ര വെള്ളം വേണമെന്നുള്ളത് നിങ്ങൾ ഉപയോഗിക്കുന്ന പൊടിക്കനുസരിച്ച് വ്യത്യാസം വരാം. അപ്പോൾ കുറച്ചൊഴിച്ച് മിക്സ് ചെയ്ത് നോക്കാം. കുറച്ച് ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ മാവ് തയ്യാറാക്കുമ്പോൾ 2 കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, ബേക്കിംഗ് സോഡ കൂടുതൽ ചേർക്കരുത്. ബേക്കിംഗ് സോഡയ്ക്ക് ഒരു സോപ്പിൻ്റെ ഒരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾ ബോണ്ട ഉണ്ടാക്കി കഴിയുമ്പോൾ ആ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ 1 കപ്പ് മാവ് എടുത്തു കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയെ ചേർക്കാവുള്ളൂ. പിന്നെ ഒരു കാര്യം, പഴം കൂടുതൽ ചേർക്കരുത്. പഴം ചേർത്തെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമുക്ക് കടയിൽ കിട്ടുന്ന ബോണ്ടയുടെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കത്തില്ല, ആ പഴത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പഴം ചേർത്താൽ മതി. അപ്പോൾ ഈ മാവ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് അതിൻ്റെ പരുവം. ഇതുപോലെ നല്ല ലൂസായിട്ടുള്ളൊരു മാവായിരിക്കണം. ഇതിനകത്തേക്ക് ഞാൻ 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. 1 കപ്പ് മാവിന് 1/4 കപ്പ് വെള്ളം. പക്ഷേ അതിൻ്റെ അളവ് നിങ്ങൾ ഉപയോഗിക്കുന്ന മാവിനനുസരിച്ച് ചിലപ്പോൾ കുറച്ചൊക്കെ വ്യത്യാസം വരാം. അപ്പോൾ ആ പരുവം നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം. അപ്പോൾ ഈ മാവിനെ 2 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് നമ്മൾ ബോണ്ട തയ്യാറാക്കുന്നത്. കൂടുതൽ സമയം ഇരുന്നെന്ന് വിചാരിച്ച് കുഴപ്പമില്ല, 3 മണിക്കൂറൊക്കെ ഇരുന്നെന്ന് വിചാരിച്ച് കുഴപ്പമില്ല. പക്ഷേ മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണം, എന്നാലേ ബോണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. നിങ്ങൾക്കിപ്പോൾ വൈകിട്ട് ചായയുടെ കൂടെയാണ് ബോണ്ട വേണ്ടതെങ്കിൽ ഉച്ചയൊക്കെ ആകുമ്പോൾ ഈ മാവ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. 2 മണിക്കൂർ കഴിയുമ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. അടച്ച് തന്നെ വെക്കണം, കാരണം മാവ് ഡ്രൈ ആയി പോകരുത്. അപ്പോൾ ഞാനിത് 2 മണിക്കൂർ മുന്നേ റെഡിയാക്കി വെച്ച മാവാണ്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം.
പിന്നെ ഈ മാവ് നിങ്ങൾക്ക് കൈവച്ച് തന്നെ എടുത്ത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം. പക്ഷെ നല്ല ഒട്ടിപ്പിടിക്കുന്ന മാവാണ്. അപ്പോൾ ഓരോ തവണയും നിങ്ങൾ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം വേണം ഈ മാവ് എടുത്ത് എണ്ണയിലോട്ട് ഇടാനായിട്ട്. നമ്മൾ ഈ വടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ, ഉഴുന്ന് വട ഉണ്ടാക്കുമ്പോൾ. പക്ഷെ ഞാൻ സാധാരണ സ്പൂൺ വെച്ചാണ് കോരി എണ്ണയിൽ ഇടാറുള്ളത്. എനിക്കതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്താൽ മതി. നിങ്ങൾ സ്പൂണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു സ്പൂൺ വെച്ച് മാവ് കോരിയെടുക്കുക ഇതുപോലെ. എന്നിട്ട് അടുത്ത സ്പൂൺ വെച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതാകുമ്പോൾ നല്ല എളുപ്പമാണ്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കുഴിവുള്ള പാത്രത്തിൽ എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ ആവശ്യത്തിന് ചൂടായിട്ടുണ്ട്. നമ്മൾ കടയിലൊക്കെ കിട്ടുന്ന ബോണ്ട പോലെ അത്ര വലുതാക്കണ്ട, ചെറിയ ബോണ്ടയായിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഉള്ളു പെട്ടെന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. മാത്രമല്ല നമ്മൾ കുറച്ച് എണ്ണയിലല്ലേ ഫ്രൈ ചെയ്യുന്നത്. അപ്പം ചെറിയ ചെറിയ ബോണ്ടയാക്കി ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇത് ഇടുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒട്ടും ഷേപ്പില്ലാതെ ഇരിക്കുന്ന പോലെ തോന്നും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് വീർത്ത് വരും. പിന്നെ ഈ മാവ് ഒഴിച്ച ഉടനെ തീ ഒന്ന് കുറച്ച് വയ്ക്കണം. കാരണം ചെറിയ തീയിലിട്ടിട്ട് ഫ്രൈ ചെയ്യണം, അല്ലെങ്കിൽ ഉള്ളു വേവില്ല, പുറമേ പെട്ടെന്ന് അങ്ങ് ബ്രൗൺ ആയി പോവുകയും ചെയ്യും. അപ്പോൾ ആദ്യം കുറച്ച് നേരം ചെറിയ തീയിലിട്ട് ഉള്ളു നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ ഈ ബോണ്ട എടുക്കുന്നതിന് മുന്നേ കുറച്ചൊന്ന് തീ കൂട്ടി വെച്ച് എല്ലാ സൈഡും ഒന്ന് ബ്രൗൺ ആക്കി എടുത്താൽ മതി. അതാണ് നല്ലത്. ഞാനിതിനകത്തോട്ട് കുറച്ച് ഒരു ബോണ്ടയ്ക്കുള്ള മാവും കൂടി ഒഴിക്കുവാണ്. അപ്പോൾ ഇത് നമുക്കിനി ചെറിയ തീയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ബോണ്ട കണ്ടോ നന്നായിട്ട് വീർത്ത് വന്നിട്ടില്ലേ? അപ്പോൾ ആദ്യം നമ്മൾ ഒഴിക്കുമ്പോൾ കുറച്ച് ഷേപ്പൊക്കെ മാറിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഞാനൊരു ബൗളിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബോണ്ടയും തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഒരു കപ്പ് മാവ് എടുത്തു കഴിഞ്ഞാൽ 8 ബോണ്ട, ഈ സൈസിനുള്ള 8 ബോണ്ട ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതുപോലെ ചിലരിത് ശർക്കര ചേർത്തും ചെയ്യാറുണ്ട്. ഞാനതും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് കടയിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് അല്ല തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര തന്നെ ചേർത്തത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് വേണമെങ്കിൽ ശർക്കര ചേർത്ത് വേണമെങ്കിലും ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ബോണ്ടയും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ബോണ്ട എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് പുറമേ കുറച്ച് ക്രിസ്പി ആയിട്ട് തോന്നും. പക്ഷെ അത് നല്ല ചൂടങ്ങ് മാറിക്കഴിയുമ്പോൾ സോഫ്റ്റ് ആയിക്കൊള്ളും. കടയിൽ നിന്ന് ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും, ഈ ബോണ്ട ക്രിസ്പി ആയിട്ടല്ല ഇരിക്കുന്നത്, നല്ല സോഫ്റ്റ് ആയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വീട്ടിലും തയ്യാറാക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. കുട്ടികൾക്കും ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ന്യൂസ് കിച്ചൺ.